നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പേരാണ് സജീവ പരിഗണനയിൽ ഉള്ളത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് തിരുവനന്തപുരത്തുള്ള AK ആന്റണിയെ സന്ദർശിക്കും. PV അൻവർ മത്സരരംഗത്തുണ്ടാകുമോ എന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി BDJS മത്സരിക്കുമോ എന്നതിന് ഇനിയും തീരുമാനമായിട്ടില്ല. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ശാന്തകുമാർ, എല്ലാ കണ്ണുകളും നിലമ്പൂർ തട്ടകത്തിലേക്കാണ്. LDFന്റെ സ്ഥാനാർത്ഥി ആരാകും? ഷിനാസ് ബാബു അടക്കം പരിഗണനാ പട്ടികയിലുണ്ട്. UDF ക്യാമ്പിൽ വലിയ ആകാംക്ഷയുണ്ട്. എന്തൊക്കെ നൽകാം വിവരങ്ങൾ? UDF ക്യാമ്പിൽ ആകാംക്ഷയ്ക്കപ്പുറം വലിയ അസ്വസ്ഥതയാണ് ഉള്ളതെന്ന് തന്നെ പറയാം. കാരണം PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല, അത് തുടരുന്നു. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നിർണായക യോഗം തന്നെ ചേരുകയാണ്. PV അൻവർ മത്സരിക്കുമോ എന്നുള്ളതിന് ഇന്നൊരു അന്തിമ തീരുമാനമുണ്ടാകും. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്തായാലും നിലമ്പൂരിൽ മത്സരത്തിനുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും PV അൻവറുമായിട്ടുള്ള തർക്കം അല്ലെങ്കിൽ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരവും ഇനിയും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDFന്റെ ഘടകകക്ഷിയാക്കുക എന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ PV അൻവർ തുടരുന്നതിനാൽ മത്സര രംഗത്തുണ്ടാവും എന്ന് തന്നെയാണ് ഇന്നലെ അവരുടെ സെക്രട്ടറി യോഗത്തിന് ശേഷം അവർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്ന് തന്നെ അറിയുന്നത്. അത് ഇന്ന് രാവിലെ മഞ്ചേരിയിലാണ് യോഗം ചേരുന്നത്. ഉച്ചയോടുകൂടി തന്നെ അതിനൊരു തീരുമാനമുണ്ടാകും. ആ തീരുമാനം ഭൂരിഭാഗവും ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മത്സര രംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് PV അൻവർ തന്നെ നിലമ്പൂരിൽ മത്സരിക്കും. അതായത് CPMന്റെ ഭാഗമായി നിന്ന് LDFന്റെ ഭാഗമായി നിന്ന് നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് 2 പ്രാവശ്യം വിജയിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ആണ് CPMുമായി ഇടഞ്ഞതിന് ശേഷം രാജിവെക്കുന്നത് MLA സ്ഥാനം. ആ MLA സ്ഥാനം രാജിവെച്ച PV അൻവർ തന്നെ വീണ്ടും മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി മത്സര രംഗത്തുണ്ടാകുമെന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. മറ്റൊന്ന് CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാവും. ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. നിലമ്പൂരിലെ ജനകീയനായ ഒരു ഡോക്ടർ, നിലമ്പൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താൻ തന്നെയാണ് CPMന്റെ തീരുമാനം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള UDFലെ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡലത്തിൽ അപ്പുറം പ്രധാനപ്പെട്ട നേതാക്കളെ സന്ദർശിക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരത്തെത്തി AK ആന്റണിയെ സന്ദർശിക്കും. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് തിരുവനന്തപുരത്തുണ്ടാവും. അതിനുശേഷം അദ്ദേഹം കോട്ടയത്തെ പുതുപ്പള്ളിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രചരണ രംഗത്ത് നിന്ന് ഇന്ന് മണ്ഡലത്തിൽ നിന്നും മാറി നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയുമാണെന്ന് UDF സ്ഥാനാർത്ഥി പ്രാധാന്യം നൽകുന്നത്. മറ്റൊന്ന് ഈ BDJS സ്ഥാനാർത്ഥിയെ നിൽക്കുക എന്നുള്ളത് എന്നാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് BDJSന്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിലുള്ള പ്രഖ്യാപനവും അത് മത്സര രംഗത്ത് ഉണ്ടാവുക BDJS ആയിരിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാവും. അരുണ്യ, ശാന്തകുമാർ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പാർട്ടിയായി ഒറ്റയ്ക്ക് PV അൻവർ മത്സരിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് LDFൽ നിന്ന് വലിയ തരത്തിൽ പടവെട്ടി പുറത്തേക്കിറങ്ങി നിയമസഭാംഗത്വമൊക്കെ രാജിവെച്ച പിന്നീട് UDF പ്രവേശനത്തിൽ അവസാന വട്ടവും ശ്രമിക്കുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് എത്രത്തോളം നിർണായകമാണ്, വെല്ലുവിളിയാണ്? PV അൻവർ മത്സര രംഗത്ത് വരികയാണെങ്കിൽ അത് വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് UDF തന്നെയായിരിക്കും. കാരണം UDFന് വേണ്ടി അല്ലെങ്കിൽ UDFന്റെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്ന് തന്നെയായിരിക്കും PV അൻവർ ലക്ഷ്യമിടുന്നത്. കാരണം വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് UDFന്റെ മുന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമുള്ളത്. അതിന് PV അൻവറിന്റെ സഹായം, PV അൻവറിന്റെ സ്വാധീനത്തിലുള്ള വോട്ടുകൾ നേടുക എന്നുള്ള UDF അനിവാര്യമാണ്. ആ വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി അത് അൻവർ നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും UDFനെ ബാധിക്കും. ചെറിയ തോതിൽ CPMനെയും ബാധിക്കാൻ തന്നെയാണ് സാധ്യത. എന്ത് തന്നെയായാലും വലിയ സാധ്യത ഉണ്ടാകുന്ന അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അത് UDFനെ എന്നുള്ള യാതൊരു തർക്കവുമില്ല. അരുണ്യ, അതാണ്. നിലമ്പൂരിലേക്കാണ് എല്ലാ കണ്ണുകളും. നിലമ്പൂരിൽ LDFന്റെ സ്ഥാനാർത്ഥി ഇന്നറിയാം. UDFന്റെ പ്രതിസന്ധി കൂട്ടി PV അൻവർ രംഗത്തുണ്ട്. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന്
തീരുമാനവും ഇന്ന് നിർണായക തീരുമാനങ്ങളെല്ലാം ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. വിവരങ്ങൾ നൽകിയത് ശാന്തകുമാർ വെള്ളാലത്താണ്.